Good morning, all. Good morning, Good ma'am. morning. Good morning, ma'am. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട സൂസൻ മാം ആണ്. മാമിനെ എല്ലാവർക്കും അറിയാം. മാം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ വിംബിൾ അക്കാദമിയിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you very much, Sajna. A very good morning to each and every one of you. എല്ലാവർക്കും Good morning. Good morning. Good Yes. morning, ma'am. Yes, very good morning. Yes. എല്ലാവർക്കും നല്ല ഒരു റെസ്റ്റ്ഫുൾ സ്ലീപ്പ് ഒക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ ദിവസം ആരംഭിക്കാൻ പോവാണ്. ഇന്ന് ഇവിടെ ഈ 457-ാമത്തെ എപ്പിസോഡില് വിംബിളിന്റെ മോർണിംഗ് സർക്കിളിന്റെ ഈ എപ്പിസോഡിൽ ഇവിടെ ഒരു പ്രസന്റേഷന് കിട്ടിയ അവസരത്തിനായിട്ട് ഞാൻ വിംബിൾ അക്കാഡമിയോടും അതുപോലെ ഈ മോർണിംഗ് സർക്കിളിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സജ്ന മുസ്തഫയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ കൂടാതെ ഇന്നിവിടെ സെഷനായിട്ട് വന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് ഒരു സെക്കൻഡ് തരണം, ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം മാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടൈറ്റിൽ കണ്ടായിരിക്കുമല്ലോ. ഇന്നത്തെ ടോപ്പിക് ദ പവർ ഓഫ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും സ്വയം പുതുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ സ്റ്റോറിയിൽ 2 പടങ്ങൾ കാണാം അല്ലേ? അതിനെപ്പറ്റി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു അമ്മ, ഒരു ചെറിയ പട്ടണത്തിലെ 2 വീടുകൾ ഉണ്ടായിരുന്നു, അടുത്തടുത്തുള്ള 2 വീടുകൾ. അപ്പോൾ ഒരു വീട്ടിലെ അമ്മ ദിവസവും അവരുടെ വീട്ടിലെ ഗാർഡന് വളരെ ഭംഗിയായിട്ട് അതിനെ പരിചരിച്ച് രാവിലെ തന്നെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിനോട് സംസാരിക്കുകയും അതുപോലെ ചെടികളെ ഒക്കെ പരിപാലിച്ച് അതിന് വളം കൊടുക്കും, വെള്ളം കൊടുക്കും, പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ പറിച്ചൊക്കെ മാറ്റി പിന്നെ പുതിയവ നടുകയും ചെയ്യും. അങ്ങനെ അതിനെ നല്ല ഭംഗിയായിട്ട് പരിപാലിച്ചു. അതാണ് നിങ്ങൾ വലത്തുവശത്ത് കാണുന്ന ഗാർഡൻ. എന്നാൽ തൊട്ടടുത്ത വീട്ടിലെ ഉള്ള അമ്മയും ഇതുപോലെ തന്നെ ചെയ്തിരുന്നു. വളരെ മനോഹരമായിട്ട് അവരുടെയും ഗാർഡൻ ഒക്കെ അവർ പരിചരിച്ചുകൊണ്ടൊക്കെയാണ് ഇരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. അപ്പോൾ പിന്നെ അതിനെ പരിചരിക്കാതെയായി. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിൽ കാണാം, ആ ഗാർഡന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? Okay, ma'am. കാണാം. ഒരു സൈഡിലുള്ളത് മനോഹരമായിട്ടുള്ളതും മറ്റേ സൈഡിലുള്ളത് എങ്ങനെയാണ് ഇരിക്കുന്നത്? മനോഹരമാണോ? അല്ല. അല്ല. അതാ. ഓക്കെ. അപ്പോൾ അവരോട് ഈ ആദ്യത്തെ ആള് ചോദിച്ചു, കൂട്ടുകാരി ചോദിച്ചു, എന്ത് പറ്റി, നിന്റെ ഗാർഡൻ എന്ത് പറ്റി? നല്ല മനോഹരമായിട്ടിരുന്നതൊക്കെ ആണല്ലോ, എന്താ പറ്റിയേ? അപ്പോൾ അവര് പറഞ്ഞു, ഞാൻ നന്നായിട്ടൊക്കെ അതിനെ പരിചയിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ചെടികളൊക്കെ മാറിയിട്ടൊന്നുമില്ല. ചെടികൾ ആ നേരത്തെ ഉണ്ടായിരുന്ന നല്ല ചെടികളൊക്കെയാണ് ഉള്ളത്, പക്ഷെ ഞാനിപ്പോ അതിനെ കാര്യമായിട്ടൊന്നും പരിചരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയിപ്പോയത് എന്ന് അവര് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു ഗാർഡൻ പോലെയല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഇത് നമ്മുടെ ജീവിതം ഇതുപോലെ ഈ ഗാർഡനെ പോലെ, അവർ പരിചയിച്ച ആ ഗാർഡനെ പോലെ എങ്ങനെയാണ് ആകുന്നത് എന്നുള്ളതാണ്. പരിചരിക്കുകയോ പരിചരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഗാർഡനെ പോലെയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഇത് മനോഹരമായിട്ട് മാറിയത്? എന്താണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ആദ്യത്തെ വീട്ടിലെ അമ്മയുടെ ഗാർഡൻ ഇത്ര ഭംഗിയായി വന്നത്?
ആർക്കെങ്കിലും പറയാവോ? കുറച്ച് കഴിഞ്ഞപ്പോ അവരുടേതായ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. ഓക്കെ. രണ്ടാമത്തെ ആളിന്റെ, ആദ്യത്തെ ആളിന്റെയോ അവര് കാര്യമായിട്ട് അതിനെ പരിചരിച്ചു അല്ലേ? പരിചരിച്ച് അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അതെ. അപ്പോൾ ഇതിങ്ങനെ മനോഹരമാക്കാൻ, നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട് ഒരു 9 പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തേതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതുക്കം പ്രാപിക്കുക എന്നുള്ളതാണ്. സ്വയം പുതുക്കുക. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് വന്നാൽ അപ്പം തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യും അല്ലേ? പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് എടുക്കും, അത് അപ്ഡേറ്റഡ് ആക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ചിന്തകൾക്കും അറിവിനും ജീവിത രീതികൾക്കും ഒക്കെ ഇതുപോലെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് 20 വയസ്സായാലും 40 വയസ്സായാലും 60 വയസ്സായാലും അതിൻ്റെ മുകളിലോട്ടായാലും നമ്മൾ പഠിക്കുന്നിടത്തോളമാണ് നമ്മൾ വളരുന്നത് അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? പഠിക്കുന്നിടത്തോളം അല്ലേ വളരുന്നത്? ആണോ? കറക്റ്റ് ആണ് മാം. അതെ, പഠിക്കുന്നിടത്തോളമാണ് നമ്മൾ വളരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്കില്ലുകൾ പഠിക്കണം. ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നോളജിയൊക്കെ നമ്മൾ അതിനും പറ്റുന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. പിന്നെ പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ നേടണം. അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് തെറ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് പഠനം ഉണ്ടാകേണ്ടതാണ്. പ്രായം കൂടുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും വയസ്സിങ്ങനെ ഓരോ ദിവസം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ വളർച്ച നിർത്തുന്നത് അത് നമ്മുടെ ഒരു ചോയ്സ് മാത്രമാണ്. വളരുന്ന കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ വളരുക എന്നുള്ളത് നമ്മുടെ ചോയ്സ് മാത്രമാണ്. നമ്മൾ അതിന് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതവും ഒരു ഗാർഡൻ പോലെയാണെന്ന് പറയുന്നതിന്റെ കാര്യം, അപ്പോൾ നമ്മൾ ഒരിക്കൽ പഠിച്ച കാര്യങ്ങൾ മാത്രം മതിയാകത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. ആദ്യത്തെ അമ്മ ഓരോ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് മനോഹരമായി തീർന്നത്. രണ്ടാമത്തെ പ്രോസസ്സാണ് അൺലേൺ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് അൺലേൺ ചെയ്യുന്നത്? ചിലത് നമ്മൾ വിട്ട് കളയേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ചിലതിനെ നമ്മൾ മറന്നു കളയേണ്ടതുണ്ട്, അല്ലെ വിട്ട് കളയേണ്ടതുണ്ട്. അതായത് ഒരു ചെറുപ്പമായിരിക്കുമ്പോൾ കുട്ടികൾ പറയും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം, എനിക്ക് പെർഫെക്റ്റ് ആയാലേ ഞാൻ സമ്മതിക്കുള്ളൂ, എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ചിലപ്പം ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ എൻ്റെ കയ്യിലായിരിക്കണം എല്ലാ കൺട്രോളും, ഞാൻ തന്നെ ആയിരിക്കണം എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്ത ചിലപ്പം വരാം. ഇനി ജോലി മേഖലയിലാണെങ്കിലോ, എനിക്ക് ഏറ്റവും സക്സസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വാല്യൂ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ വരാം. ഇനി പ്രായമായവർക്കാണെങ്കിലോ, കുറച്ചുകൂടെ മുതിർന്നവർക്കാണെങ്കിൽ അവരെയായിരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ, എന്നെ കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി ഇതൊക്കെയൊന്നും എനിക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ നമ്മുടെ ഓൾഡ് പ്രോഗ്രാമിങ്ങുകളായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പിൻവലിച്ചുകൊണ്ടേയിരിക്കും. പഴയ അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കിയാൽ, പഴയ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന നമ്മുടെ ഹേർട്ട്, അല്ലെങ്കിൽ ഗിൽറ്റ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫ്സ്, റിസെന്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം ഞാനൊന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഏത് കാര്യമാണ് ഞാൻ എടുത്തു മാറ്റേണ്ടത്, ഏത് കാര്യമാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എല്ലാ ബാഗേജും, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എല്ലാ ബാഗേജും, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൂടെ പെറുക്കിക്കൊണ്ടല്ലോ പോകുന്നത്. നമ്മൾ തുണി അത്യാവശ്യം, നമ്മൾ പോകുന്ന യാത്രയ്ക്ക് വേണ്ട തുണി മാത്രമല്ലേ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ എല്ലാ ബാഗേജും നമ്മൾ എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ടതില്ല. ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ആ ഗാർഡനിലെ അമ്മ, ആ ഗാർഡൻ പരിപാലിക്കാനായിട്ട് അവരെന്താണ് ചെയ്തത്? പഴയ ഇലകളൊക്കെ പറിച്ചൊക്കെ കളഞ്ഞ്, കളയൊക്കെ പറിച്ച് അതിനെ മനോഹരമാക്കി അല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ അൺലേൺ ചെയ്യണം. പഴയ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മൾ എടുത്തു മാറ്റണം. റിസെന്റ്മെന്റ്, അൺനെസസറി ആയിട്ടുള്ള നമ്മുടെ പേടികള്, അതുപോലെ പിന്നെന്താണ് ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതൊക്കെ നമ്മൾ വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. ഇനി മൂന്നാമത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നറിഷ് ചെയ്യുക എന്നുള്ളതാണ്. നറിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
എന്തായിരിക്കും നറിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടോ? എങ്ങനെയായിരിക്കും നറിഷ് ചെയ്യുന്നേ? പരിപാലിക്കുക. പരിപാലിക്കുക. എക്സാക്ട്ലി. പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഫിസിക്കൽ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒരുപോലെ നമ്മൾ പരിപാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം വേണം അല്ലെ? എന്തൊക്കെ വേണം? ഭക്ഷണം വേണം, വെള്ളം വേണം, മൂവ്മെന്റ് അല്ലെങ്കിൽ എക്സസൈസ് വേണം, നല്ല ഉറക്കം വേണം. ഇതൊക്കെ വളരെ ആവശ്യമാണ്. വിശ്രമവും വേണം അല്ലെ? എന്നാൽ നമ്മുടെ മനസ്സിന് നല്ല വായന, നമ്മൾ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങള്, സംഗീതം, പ്രകൃതി, സന്തോഷകരമായ ബന്ധങ്ങള്, ഇവയൊക്കെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകള്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായ, നമ്മുടെ മനസ്സിന് ആവശ്യമായ കാര്യമാണ്. ഇത് കൂടാതെ നമുക്ക് നമ്മുടേതായ കുറച്ച് ക്വയറ്റ് ടൈം ഉണ്ടാകണം, മീ ടൈം. ഇതൊക്കെ നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ കാര്യം, മക്കളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളുടെ ഒക്കെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടേതായ സമയങ്ങളൊന്നും എടുക്കാതെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ ജോലിയിലാണേലും എല്ലാം ഭംഗിയായി ചെയ്യണമെന്നുള്ള ഇതിൽ നമ്മളെ തന്നെ അവഗണിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മളെ അവഗണിക്കരുത്. നമ്മുടേതായ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് നമുക്കൊരു മീ ടൈം ഉണ്ടാകണം. നമ്മളെ കരുതണം, പരിപാലിക്കണം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണം, ഞാൻ എന്നെ അവഗണിക്കുകയാണോ, മറ്റുള്ളവരെ മാത്രമാണോ ശ്രദ്ധിക്കുന്നത്? എൻ്റെ കാര്യം, എൻ്റെ മനസ്സിന്റെ കാര്യം, എൻ്റെ ശരീരത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒരുപോലെ നമുക്ക് നറിഷ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തേതാണ് ഡയറക്ഷൻ. അതായത് ഗാർഡനിൽ ആ അമ്മ മനോഹരമാക്കാനായിട്ട് അതിനാവശ്യത്തിന് വേലിയൊക്കെ കെട്ടി, ചെടികളൊക്കെ എങ്ങനെയാണ് അതിനെ പ്രൂൺ ചെയ്ത് എങ്ങനെയാണ് അതിനെ വളർത്തേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ അവർ മനോഹരമായിട്ട് അതിനെ കൊണ്ടുപോയി. അപ്പോഴാണ് അത് കണ്ടിട്ടും കാണാനും എല്ലാം നല്ല ഭംഗിയായിട്ട് അതിന് വളരാനും സാധിച്ചു. അപ്പോൾ എങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എന്നൊരു ഡയറക്ഷൻ നമുക്കും ഉണ്ടാകണം. എപ്പോഴും ബിസി ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? എന്ത് തോന്നുന്നു? ഞാൻ ബിസി എപ്പോഴും ബിസിയാണ്, അതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മള് നല്ല ഒരു ഡയറക്ഷനോടുകൂടി വേണ്ടിയ കാര്യങ്ങൾ, നല്ല പ്രയോറിറ്റീസ് ഒക്കെ എടുത്ത് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്താണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് പറ്റുന്നത്. നമ്മൾ ദിവസവും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റ് അപ്പം തൊട്ട് ഓട്ടത്തോടോട്ടം. പക്ഷേ ഒരു നിമിഷം നിന്നിട്ട് ഞാൻ ഓടുന്നത് ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനിലാണോ? കാരണം ജീവിതത്തിലെ ഓരോ സീസണിലും നമുക്ക് എന്തെല്ലാം പ്രയോറിറ്റീസ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ കരിയർ, ഫാമിലി, ഹെൽത്ത്, ലേണിംഗ്, റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ സർവീസസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആകേണ്ടതായിട്ടുണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും. അപ്പോൾ പിന്നെ നേരത്തെ ചോദിച്ചതുപോലെ അടുത്ത ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് അതൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഒരു ഡയറക്ഷനും ഇല്ലാതെ ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് നല്ല സ്പീഡിൽ അത് ഒരു ഡയറക്ഷനും ഇല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ക്രാഷ് ചെയ്യും, അത് നമുക്ക് നാശത്തിനായിട്ട് തീരും. അപ്പം ഗാർഡൻ എങ്ങനെ വളരണമെന്ന് ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ ഡയറക്ഷനും എങ്ങനെയായിരിക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ശരിയായ പാതയിലാണോ എന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകേണ്ടത്. ഇനി അഞ്ചാമത്തേതാണ് പോസ്. തീർച്ചയായിട്ടും ഒന്ന് നിൽക്കാനും നമ്മൾ പഠിക്കുക. കാരണം നമ്മുടെ ജീവിതം ഹറി അല്ലെ ബിസി എന്നുള്ള രീതിയിൽ മാത്രം രാവിലെ എഴുന്നേറ്റുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയുള്ള ഓട്ടം മാത്രം ആകരുത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഫോൺ നോക്കുന്നു, മെസ്സേജുകള്, പിന്നെ അതുപോലെ കോൾ, വർക്കിന്റെ റിലേറ്റഡ് ആയി നമ്മൾ ജോലിക്ക് പോകും, വീട്ടിലെ ജോലികളൊക്കെ തീർത്തും പല പല റെസ്പോൺസിബിലിറ്റീസ്, സോഷ്യൽ മീഡിയ, അങ്ങനെ വളരെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആവും. പക്ഷേ നമുക്ക് എപ്പോഴാണ് ഒന്ന് പോസ് ചെയ്യുന്നത്? നമ്മളൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ശാന്തതയോടെ ഒന്ന് പോസ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. ഒരു മെഷീനൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് അതിനൊരു പോസ് കൊടുക്കാതിരുന്നാൽ, ഈവൻ നമ്മുടെ അടുക്കളയിലെ മിക്സി പോലും നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുതെന്നല്ലേ പറയും. നമ്മളിപ്പോൾ അരിയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ അതൊന്ന് നിർത്തി, ഭയങ്കര ചൂടാവുകയാണെങ്കിൽ അതിനൊന്ന് നിർത്തണം, അതിനൊരു പോസ് കൊടുക്കണം അല്ലേ?
എന്ന് പറഞ്ഞതുപോലെ ഒന്ന് നിശബ്ദമായിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്വയം കേൾക്കുക, നമ്മളെ തന്നെ നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അതൊക്കെ വളരെ ആവശ്യമായ നമ്മുടെ ഫീലിംഗ് എന്താണ് മനസ്സിലാക്കുക, ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത് അതിനെ ഒന്ന് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് എന്താണ് എൻ്റെ പ്രയോറിറ്റി ആയിരിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിന് തീരുമാനം എടുക്കാനും നല്ല ഡയറക്ഷനിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാനായിട്ടും ഒക്കെ സാധിക്കണമെങ്കിൽ നമുക്കൊരു പോസ്, തീർച്ചയായിട്ടും ഒരു പോസ് ബട്ടൺ ഉണ്ടാവണം. നമുക്ക് നമ്മളെ തന്നെ നമ്മളൊന്ന് പോസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു 30 സെക്കൻഡ്സ് പറ്റുമെങ്കിൽ കണ്ണടയ്ക്കുക, എന്നിട്ട് 30 സെക്കൻഡ്സ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമേ നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ ഒന്ന് ഒരു ചോദ്യം ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥലം എടുത്തിരിക്കുന്നത് എന്തിനാണ്? എന്ത് ചിന്തയാണ് എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നത്? അങ്ങനെ ഒന്ന് ഒരു പോസ് എടുത്ത് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പതിയെ നിങ്ങൾക്ക് കണ്ണു തുറക്കാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെ പോസ് എടുത്ത് നമ്മൾ ഒന്ന് നിന്ന് ഇതുപോലെ ഒന്ന് പോസ് എടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം പോസ് ഹെൽപ്സ് us ടു ചൂസ് ദ റൈറ്റ് ഡിറക്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ അടുത്തതാണ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ മാറ്റങ്ങളോടൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം. ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമോ? വാട്ട് ഡു യു തിങ്ക്? നമുക്ക് നമ്മുടെ ലൈഫിലെ ചേഞ്ചസ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല മാം, ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ടെക്നോളജി, റിലേഷൻഷിപ്സ്, ജോബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പം ട്രാൻസ്ഫർ വരാം, അല്ലെ ജോലിയിൽ തന്നെ പല മാറ്റങ്ങൾ ഉണ്ടാവാം. ഹെൽത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും നമുക്കൊരു ചിലതിന് കൺട്രോൾ ഉണ്ട്, ചിലതിന് കൺട്രോൾ ഇല്ല. അപ്പം ഹെൽത്ത്, പ്രയോറിറ്റീസ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനോടൊപ്പം നമ്മളും മാറും. അപ്പൊ എല്ലാ മാറ്റങ്ങളും സന്തോഷകരമായ മാറ്റങ്ങളല്ല, അല്ലേ? ചില മാറ്റങ്ങൾ നമുക്ക് അത്ര സന്തോഷകരം ആയിരിക്കില്ല. അപ്പോഴും നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യുകയേ മാർഗമുള്ളൂ. വി ഹാവ് ടു ലേൺ ടു അഡാപ്റ്റ് ടു ഇറ്റ്. അഡാപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനോട് ഒന്ന് പൊരുത്തപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ വാല്യൂസിനെ ഒക്കെ മാറ്റിക്കളയണം, അതിനെ ഉപേക്ഷിക്കണം എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. മറിച്ച് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ രീതികളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. നമ്മൾക്ക് കൂടുതൽ മനസ്സിൽ സമാധാനവും ഉണ്ടാകും. കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾക്ക് ആകെ മനപ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല. ടെക്നോളജി മാറിയാലും ചിലർക്ക് ടെക്നോളജി ഒക്കെ മാറുമ്പോഴത്തേന് ജോലിയിലാണേലും അങ്ങനെ ടെക്നോളജി വരും. ഈവൻ ഒന്ന് ഫോൺ, പ്രായമായവർക്കൊക്കെ ആണെങ്കിലും ഫോൺ, അത് തന്നെയൊന്നും എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും പഠിക്കാൻ പറ്റില്ല, ഇതൊന്നും പഠിച്ചിട്ട് കാര്യവും ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അത് പ്രായമുള്ളവരെ മാത്രം പറയണ്ട, പുതിയ കാര്യങ്ങൾ കാണുമ്പം ചിലപ്പം നമ്മൾക്ക് അതിനോടൊരു മടിയാണ്. ഇതെന്നെ കൊണ്ട് പറ്റില്ല, പുതിയ കാര്യങ്ങൾ പഠിക്കുവാനാണേലും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനാണേലും. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിലാണ് നമ്മൾക്ക് സക്സസിലേക്കൊക്കെ എത്താൻ പറ്റുന്നത്. കാരണം കാലാവസ്ഥ മാറുമ്പോൾ എങ്ങനെയായിരുന്നു അവിടെ ആ ഗാർഡനില് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ ആ അമ്മ അതിനെ കാലാവസ്ഥയൊക്കെ മാറുന്നതിനനുസരിച്ച് അതിനെ സംരക്ഷിച്ചതുപോലെ നമ്മളും അഡാപ്റ്റ് ചെയ്യണം, ജീവിതത്തിലെ മാറ്റങ്ങളോട് പൊരുത്തപ്പെടണം. ഇനി അടുത്തതാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, അടുത്തതാണ് റിലേഷൻഷിപ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ല റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? എന്ത് തോന്നുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ്? യെസ്, തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളെ നന്നായി ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്സ് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെ താഴെ ഇറക്കുന്ന ആൾക്കാരാണോ, കമന്റ്സ് കൊണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി പോകും. അല്ലെങ്കിൽ പുതിയതായിട്ടൊന്നും പഠിക്കാനും ഒക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴോ ഇതൊന്നും എന്തിനാ നീ ഇതൊന്നും ചെയ്യുന്നത്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം തരുന്നവരുണ്ടാകാം.
ക്രിയേറ്റീവ് ക്രിറ്റിസിസം വളരെ നല്ലതാണ്. കാരണം നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അത് നമുക്ക് പറഞ്ഞു തരും. ഇന്ന കാര്യം ഇതുകൂടെ ഇമ്പ്രൂവ് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെ നന്നായി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിടത്ത് അപ്രീഷിയേറ്റ് ചെയ്യുകയും കറക്റ്റ് ചെയ്യേണ്ടിടത്ത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ തരുന്നവരും നമ്മുടെ വളർച്ചയെ ശരിക്കും ആഗ്രഹിക്കുന്നവരും അങ്ങനെയുള്ളവരുടെയൊക്കെ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യണം. ഇനി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് നമ്മുടെയും കൂടെ ഒരു ജോലിയാണ്. കാരണം നമ്മളും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റുള്ളവർ വന്ന് നമ്മളോട് കണക്ട് ചെയ്താൽ മാത്രം പോരാ. നമ്മൾ ആ കണക്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടേതായ എഫേർട്ടും അവിടെ ഇടണം. എന്താ ചെയ്യേണ്ടത്? ഒരു ഫോൺ കോളിൽ കൂടെയോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സഹായം കൊടുക്കുന്നത്. ഇനി അതൊന്നും അല്ലെങ്കിൽ ചിലർക്ക് നമ്മുടെ സാമീപ്യം കൊടുത്താൽ മതിയായിരിക്കും. അവർക്ക് നമ്മുടെ സാമീപ്യം കൊടുക്കുക, അല്ലെങ്കിൽ അവരൊന്ന് കേൾക്കുക. ഞാൻ നിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അവരെ ഒന്ന് കേൾക്കുക, പിന്നെ നല്ല കെയർ കൊടുക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിന് കണക്ഷൻസ്, നല്ല റിലേഷൻഷിപ്പും കണക്ഷൻസും തീർച്ചയായിട്ടും ഉണ്ടാകണം. അത് നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകണം. കാരണം ആ ഗാർഡനിൽ നല്ല നല്ല ചെടികളും മനോഹരമായിട്ട് വരുന്ന നല്ല ചെടികളും മാത്രമാണ് ആ അമ്മ വളർത്തിക്കൊണ്ട് വന്നത്. അല്ലാതെ കളകളൊക്കെ പറിച്ചു കളഞ്ഞു. ആ ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറ്റിക്കളഞ്ഞ് നല്ല രീതിയിൽ അതിനെ മനോഹരമായിട്ട് കൊണ്ടുവന്ന പോലെ നമ്മുടെ റിലേഷൻഷിപ്പും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ നമ്മൾ മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്സ് നമ്മൾ ഉണ്ടാക്കുകയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യണം. അടുത്തതാണ് എക്സിക്യൂട്ട്. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അല്ലേ? നമുക്ക് എക്സസൈസ് ചെയ്യണമെന്നറിയാം, ഉറങ്ങണമെന്നറിയാം, ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നറിയാം, സ്ട്രെസ് ഒക്കെ കുറയ്ക്കണമെന്നറിയാം, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നറിയാം. ഇതൊക്കെ എനിക്ക് അറിയാം. പക്ഷേ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ മാറ്റിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യാറില്ലേ നമ്മളൊക്കെ? ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാറില്ലേ? അതെ മാം, തീർച്ചയായിട്ടും. യെസ്, നമ്മളൊക്കെ താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. അപ്പം നമ്മള് ആ ഒരു രീതിയിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ചെയ്യാനായിട്ട് സ്റ്റെപ്പ് വെക്കുക. നമ്മൾ മുന്നോട്ട് തുടങ്ങുക, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. വലിയ രീതിയിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഒരു ദിവസം കൊണ്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ വെച്ച് കഴിയുമ്പോഴാണ് അതിനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാനുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. ഈ ചെടി നന്നായിട്ട് വളർത്തണമെന്ന് ആ അമ്മ വിചാരിച്ച് മാത്രമല്ല, പ്രവൃത്തി അവർ ചെയ്തു. അതുകൊണ്ടാണ് അവരുടെ ഗാർഡൻ അത്ര മനോഹരമായിട്ട് വന്നത്. അപ്പൊ ജീവിതത്തിന്റെ ഏത് സീസണിലായാലും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പമാണെങ്കിലും 20, 30, 40, 50, 60 അങ്ങനെ 70 മേലോട്ടൊക്കെ നമ്മളുടെ ആയുസ് നമ്മൾക്ക് ദൈവം അനുവദിച്ചു തരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ഏത് പ്രായത്തിലാണെങ്കിലും it is never too late to become a better version of yourself. Always remember that. It is never too late to become a better version of yourself. അതിനാണ് നമ്മളെ ഈ അടുത്ത സ്റ്റെപ്പ് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് റിന്യൂയിങ്. കാരണം എപ്പോഴും പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മളെ കുറച്ചുകൂടി പുതുക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വേണ്ട? ഒരു പുതിയ തോട്ട്, ഒരു പുതിയ ഹാബിറ്റ്, ഒരു പുതിയ പെർസ്പെക്റ്റീവ്, വേറൊരു രീതിയിൽ നമ്മളെ കുറച്ചുകൂടെ പോസിറ്റീവ് ആക്കുന്നതോ, അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാകാനായിട്ട് മറ്റൊരു രീതിയിൽ ചിന്തിച്ചു നോക്കുക, നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ഒരു പുതിയ പർപ്പസ്, നമ്മുടെ ജീവിതത്തിന് തന്നെ പർപ്പസ്, നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാന്നുള്ള ആ ഒരു പർപ്പസ് തന്നെ നമ്മൾ അതിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ ഏത് സീസണിലും നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ജീവിതവും ആ ഗാർഡൻ പോലെ മനോഹരമാകും. അതാണ് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ഫോർ യു ടു ബിക്കം ബെറ്റർ, എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്, അല്ലേ? യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അല്ലാതെ വെറുതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കാര്യമൊന്നും നടക്കില്ല. ഓക്കെ, സോ ഇഫ് യുവർ ലൈഫ് ഈസ് എ ഗാർഡൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഒരു ഗാർഡൻ ആണ് നമ്മുടെ ലൈഫ് എന്നാൽ വാട്ട് ഡസ് ഇറ്റ് നീഡ് ടുഡേ? എന്താണ് അതിനാവശ്യം? നമ്മൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അല്ലേ? നല്ല നറിഷ്മെന്റ് കൊടുക്കണം,
ദെൻ ലെറ്റിംഗ് ഗോ, വി ഹാവ് ടു അൺലേൺ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. ലെറ്റിംഗ് ഗോ, ദെൻ ലേണിംഗ് സംതിങ് ന്യൂ, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കാനാണ്. ഇത് നമ്മുടെ ബ്രെയിനിനും വളരെ ആക്റ്റീവാണ്. ഉപയോഗിക്കാതിരിക്കുന്ന കാര്യം തുരുമ്പിച്ചു പോകുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതിനെ ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ഒക്കെ ഏത് പ്രായത്തിലും, പ്രത്യേകിച്ച് നമ്മൾ പ്രായമായി അയ്യോ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും പറ്റില്ല എന്നൊന്നും ചിന്തിച്ചിരിക്കാതെ ഏത് പ്രായത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ബിക്കം എ ലൈഫ് ലോങ് ലേണർ. ഐ എം എ ലൈഫ് ലോങ് ലേണർ. ലൈഫ് വൈസ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം, മലമറിക്കുന്ന കാര്യം ഒന്നും നമ്മൾ ചെയ്യാൻ ചിന്തിക്കേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചെടുക്കുകയും അങ്ങനെ ലേൺ സംതിങ് ന്യൂ. ദെൻ ഹെൽത്തി ബൗണ്ടറീസ്, നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. പിന്നെ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവണം, നല്ല ഡയറക്ഷൻ ഉണ്ടാകണം. ആൻഡ് നോയിങ് വെയർ ടു ഗ്രോ, എവിടെയാണ് ഞാൻ വളരേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ആവശ്യമല്ലേ? What do you think? അതെ മേഡം. Yes, വളരെ അതെ അത് വളരെ ആവശ്യമാണ്. കാരണം ചെടിക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയും കള പറിക്കുകയും പുതിയ തൈ നടുകയും വെയില് കെട്ടുകയും സൂര്യപ്രകാശം അതിനാവശ്യമാണ്. സൂര്യപ്രകാശം എന്താണ്? സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്സ് എന്ന് പറയാം അല്ലേ? പുതിയ തൈ എന്ന് പറഞ്ഞാൽ ലേണിംഗ് സംതിങ് ന്യൂ. വേലി എന്താണ്? ഹെൽത്തി ബൗണ്ടറീസ് എന്നുള്ളതാണ് നമ്മുടെ ചെടിയുടെ വേലി. പിന്നെ ഡയറക്ഷൻസ് എന്താണ്? നോയിങ് വെയർ ടു ഗ്രോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാർഡൻ എങ്ങനെയാണ് നമ്മൾ മനോഹരമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താം. അപ്പോൾ ഞാനൊരു ഫൈനൽ ഒരു ആക്ടിവിറ്റി പറയാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഒരു സ്റ്റേറ്റ്മെന്റ്സ് കുറെ നിങ്ങളോട് പറയും. പറ്റുന്ന കാര്യങ്ങളിൽ, പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ? അപ്പം പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ പ്രോസസ് അപ്ഡേറ്റ് ആയിരുന്നു. അപ്ഡേറ്റില് ഞാൻ എന്താണ് പുതിയതായി പഠിക്കേണ്ടത്, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഫ്യൂ സെക്കൻഡ്സ് അതൊന്ന് ചിന്തിക്കുക. ഞാൻ എന്താണ് പുതിയതായി പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ അൺലേൺ. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അൺലേൺ, ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടത്. ചില കാര്യങ്ങൾ ജീവിതത്തിൽ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്താണ് വിട്ടുകളയേണ്ടത്. ഇനി മൂന്നാമത്തേത് നറിഷ്, എൻ്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ എന്താണ് നൽകുന്നത്. നല്ല നറിഷ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ടോ? അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭക്ഷണം മാത്രമല്ല, പല കാര്യങ്ങളിൽ നമ്മൾ ശരീരത്തിനും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, മനസ്സിനും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ എന്താണ് ഇനിയും കൊടുക്കാതിരിക്കുന്നത്, എന്താണ് ഞാൻ നൽകേണ്ടത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തതായിരുന്നു ഡയറക്ഷൻ. ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതൊരു റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആണോ, അതിലാണോ ഞാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി അടുത്തത് അഡാപ്റ്റ് ചെയ്യുക. ഏത് മാറ്റമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ചില കാര്യങ്ങളൊക്കെ എനിക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതിനോട് മറുത്തു നിൽക്കാതെ അതിനെ എനിക്ക് അഡാപ്റ്റ് ചെയ്താലേ മുന്നോട്ട് നന്നായി പോകാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ ഏത് കാര്യത്തിലാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തതായിരുന്നു റിലേഷൻഷിപ്സ്. ആരുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്? ചില റിലേഷൻഷിപ്സ് എന്നെ നെഗറ്റീവായിട്ട് എന്നെ താഴോട്ട് വലിക്കുന്നതാണെങ്കിൽ അതിനെ ഞാൻ ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഒക്കെ അവിടെയും കീപ്പ് ചെയ്ത് നല്ല റിലേഷൻഷിപ്പ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതാണ്. അതുകൊണ്ട് ആരുമായിട്ടാണ് ഞാൻ കൂടുതൽ ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് ഒന്ന് റിഫ്ലക്ട് ചെയ്ത് നോക്കുക. ഇനി എക്സിക്യൂട്ട് എന്നുള്ളതായിരുന്നു അവസാനത്തേത്. നമ്മൾ ടോട്ടലി റിന്യൂഡ് ആകാനായിട്ട്. അപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ന് തന്നെ ഞാൻ എന്താണ്, ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റിക്കാണും. അപ്പം ഇന്ന് തന്നെ അതിനുവേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതെന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ട് പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണ് തുറക്കാം. എന്നിട്ട് ഈ ഒരു സെന്റൻസ് നിങ്ങളൊന്ന്
പറയുക മനസ്സിൽ. ഫ്രം ടുഡേ ഐ വിൽ ആൻഡ് ദെൻ ഫിൽ ദാറ്റ് സെന്റൻസ്. ഇന്ന് തൊട്ട് ഞാൻ ഈ കാര്യം ചെയ്യും. ഞാൻ ചിന്തിച്ചെടുത്ത ആ കാര്യം, എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഫിൽ ദാറ്റ് സെന്റൻസ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഡോണ്ട് ലീവ് വിത്ത് എ ഗുഡ് തോട്ട്. ഈ കേട്ടതൊക്കെ വളരെ നല്ലതാണ് എന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ്, നല്ലതാണ് എന്നൊക്കെ നമ്മൾക്ക് കേൾക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങൾക്കും സന്തോഷം, എനിക്കും സന്തോഷം. പക്ഷേ അതിലത് ഒതുങ്ങിപ്പോകരുത്. ഡോണ്ട് ലീവ് വിത്ത് ഓൺലി എ ഗുഡ് തോട്ട്, ലീവ് വിത്ത് വൺ ഡിസിഷൻ. ഈ മേൽ പറഞ്ഞ ഫ്രം ടുഡേ ഐ വിൽ ഡു ദിസ് എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി പോവുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രായത്തിലായാലും ഏത് സീസണിലായാലും വീണ്ടും തുടങ്ങാനുള്ള ഒരവസരം നമുക്കുണ്ട്, ഇല്ലേ കോമളവല്ലി മാം? അത് ശരിയല്ലേ? ഏത് പ്രായത്തിലും നമുക്ക് അപ്ഡേറ്റഡ് ആകാൻ, റിന്യൂ ചെയ്യാനും ഒക്കെ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും. അതെ, ഏത് പ്രായത്തിലും നമുക്കത് റിന്യൂ ചെയ്യാൻ പറ്റും. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയി, അതിനി നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. നാളെ എന്നുള്ളത് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. നാളെ നമ്മൾ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. അത് നമ്മുടെ സൃഷ്ടാവിന്റെ കയ്യിലാണ്, ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ആ ഒരു ദിവസം ഷുവറായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഈ മോമെന്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാം. ആ തീരുമാനത്തിന് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. ഒരു പുതിയ കാര്യം പഠിക്കാനും, പഴയ ഭാരങ്ങളൊക്കെ താഴെ വെക്കാനും, ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നറിഷ് ചെയ്യാനും, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓർക്കാനും, ഒന്ന് പോസ് ചെയ്യാനും, മാറ്റങ്ങളോടൊക്കെ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ തയ്യാറാകണം. നല്ല ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്ത് ഒറ്റ കാര്യത്തിലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ എ ന്യൂ ഡേ ഇറ്റ് ഡസൻറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. ഒരു പുതിയ ദിവസം വന്നതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും പുതുക്കപ്പെടുന്നില്ല. ബട്ട് എ ന്യൂ ഡിസിഷൻ ഇറ്റ് ക്യാൻ റിയലി അപ്ഡേറ്റ് യു, റിന്യൂ യു. ആൻഡ് പുതിയൊരു ദിവസം മാത്രമല്ല നമ്മുടെ ജീവിതം മാറ്റുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കുക. പുതിയ തീരുമാനമാണ് നമ്മളെ പുതുക്കുന്നതും ആ തീരുമാനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവസാനത്തെ മെസ്സേജ്, ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ഹാവ് എ ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറുണ്ട് അല്ലേ? സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് പറയാം. അപ്പൊ ഈ ലെറ്റ്സ് നോട്ട് ജസ്റ്റ് ഹാവ് എ ഗുഡ് മോർണിംഗ്, ലെറ്റ്സ് മേക്ക് ഇറ്റ് എ മീനിങ് ഫുൾ മോർണിംഗ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ചിന്ത നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കും നിങ്ങളുടേതായ ജീവിതത്തിന്റെ എന്തെങ്കിലുമൊക്കെ അഡീഷൻ ഉണ്ടാവാം. അതുകൂടാതെ ഫീഡ്ബാക്കും നിങ്ങൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും കേൾക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. സോ ഐ വിൽ സ്റ്റോപ്പ് ഷെയറിങ് ഹിയർ ആൻഡ് ഐ വിൽ കം ബാക്ക്. മാം, വളരെ നല്ലൊരു ക്ലാസ്. എന്ന് പറഞ്ഞാൽ നമ്മള് പലരും പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുപാടുള്ളവര്. എന്ന് പറഞ്ഞാൽ ചിലര് നമ്മളെ അടിയിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ളവരും, ചിലര് നമ്മളെ ഒന്നുമല്ലാത്ത രീതിയിൽ കൂടെ നിൽക്കുന്നവരും, ചിലര് മാത്രം നമ്മുടെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ എല്ലാരെയും അതേ രീതിയിൽ അങ്ങോട്ട് അംഗീകരിച്ചേക്കുക. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ കയ്യിലെ ഒരു കളിപ്പന്താകാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം വേണം. പിന്നെ മാഡം പറഞ്ഞോണം, ഈ നിമിഷം നമുക്ക് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പൊ ഈ നിമിഷത്തിൽ ജീവിക്കുക. നാളെ നമുക്ക് എന്താവുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇന്നലത്തെയാണ് കഴിഞ്ഞു പോയി. അപ്പൊ ഇപ്പോൾ നമുക്ക് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഉള്ളൊരു ചിന്താഗതി നമുക്ക് വേണം. പിന്നെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, നമുക്ക് പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത്. എല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമുക്ക് നേടിക്കൊള്ളുന്നില്ല. എങ്കിലും നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾക്ക് മനസ്സിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്യണം. മാഡം ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്തൊരു എന്താ പറയണേ, നമ്മളെ എന്തോ ഒരു മേക്കപ്പ് ചെയ്യാവുന്ന വെച്ചാൽ അത്രയും ഏറ്റവും കൂടുതലായിട്ട് മാം ചെയ്തു. ഏറ്റവും നല്ല. എനിക്ക് ബസ്സിലെ കയറാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതായിരുന്നു, എന്താ ഭയങ്കര എന്ത് ചെയ്തിട്ട് എനിക്ക് ഇത് കിട്ടുന്നില്ല. ലിങ്ക് അടിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല.
നെറ്റ്വർക്ക് ഓക്കെ ഒരിക്കലും സംഭവിക്കാല്ലേ. എനിക്ക് ഭയങ്കര സങ്കടമായി മാഡത്തിന്. എനിക്ക് എന്തായാലും ഇത് കേൾക്കണം, അയ്യോ എനിക്കിത് കേൾക്കാതെ വയ്യ എന്ന് വിചാരിച്ച് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഞാനൊരു 5:45 ആകാറായപ്പോഴേ എനിക്ക് കയറാൻ പറ്റിയത്. 5:30 മുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് പറ്റിയില്ല. അപ്പൊ എനിക്ക് എന്റെ സങ്കടം ഇപ്പൊ തീർന്നു കേട്ടോ. എല്ലാം കേട്ടു. മാഡം വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലായി. എങ്കിലും ഞാൻ ഇനിയും കേൾക്കും. താങ്ക് യു വെരി മച്ച്. ഒരു ഏറ്റവും റെക്കോർഡിംഗ് നല്ല ക്ലാസ് ഉണ്ടല്ലോ. ആയിരുന്നു മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. ഐ എം റിയലി ഞാനിങ്ങനെ എന്നും ഓർക്കും യെസ്. കാണാത്ത എന്താണ്, സൂസൻ മാഡത്തിനെ കാണാത്ത എന്താണ്, ഇതെന്താ സംഭവിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നും. എന്തായാലും സന്തോഷമായി മാഡം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. മറ്റൊരു മാമിന്റെ ഫീഡ്ബാക്കിന് ഒത്തിരി സന്തോഷം. മാം അതിനോട് ആഡ് ചെയ്തതും കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ ലിങ്കിൽ കയറാൻ പറ്റാഞ്ഞ എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അത് നമുക്ക് സജ്നയോട് ചോദിക്കാം. കാരണം നേരത്തെ ഇതുപോലെ ഒരു കഴിഞ്ഞ ആഴ്ചയോ മുമ്പത്തെ ഒരു പ്രസന്റർക്ക് തന്നെ കയറാൻ പറ്റാത്ത കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. അപ്പം എന്താണ് ഇതിങ്ങനെ പറ്റുന്നതെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് പറ്റുന്നതെന്ന്. സോ താങ്ക് യു വെരി മച്ച് മാം. റെക്കോർഡിംഗ് മാമിന് എനിക്ക് കാണാൻ പറ്റുമല്ലോ. സോ ദാറ്റ്സ് ആദ്യമായിട്ടാണ് ഗുഡ്. യെസ്. താങ്ക് യു അബിതയുടെ ഞാൻ മെസ്സേജ് കാണും. കണ്ടു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണ് മാം? ഞാൻ പല പ്രാവശ്യം കേൾക്കും, ഇനിയും കേൾക്കും. ഓക്കെ താങ്ക് യു. താങ്ക് യു. യെസ്. Abida, I saw your message. Thank you so much, ma'am, for sharing Thank wonderful you, ma'am. thoughts. Thank you so much, ma'am. Thank you. Yes, thank you for attending. Yes, Hi, Susan ma'am. yes, good morning. Actually, ഞാൻ ട്രാവലിംഗിലാണ്. അപ്പൊ അതുകൊണ്ട് ലൈറ്റ്സ് ഓഫ് ആണ്. അപ്പൊ എന്നെ കാണാൻ പറ്റില്ല. ബാംഗ്ലൂർ ആണോ? കോഴിക്കോട് ട്രാവലാണ്. ആരാണ് പറയുന്നത്? വളരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. രേഷ്മയാണ്. രേഷ്മ. Yes, രേഷ്മ. Oh, thank you for attending. വളരെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. കാരണം ഒത്തിരി പേര് ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ആ, അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നും yes, ശരിയാവുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാം അത് കറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമുക്ക് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ yes. വളരെ വളരെ വണ്ടർഫുൾ ആയതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു മാം ഇന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മാം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് എക്സിക്യൂട്ട് ചെയ്താലും അവർക്കൊരു പുതിയൊരു റീസ്റ്റാർട്ട് തന്നെയായിരിക്കും ലൈഫില്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു വെരി മച്ച് രേഷ്മ. ഈ യാത്രക്കിടയിലും കേൾക്കാൻ കാണിച്ച മനസ്സിന് നന്ദി. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം. താങ്ക് യു സോ വളരെ വാല്യുബിൾ വേർഡ്സ്. നല്ല സെഷൻ ആയിരുന്നു. യെസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ജിഷ. മാം, ഇത് വളരെ എൻ്റെ ലൈഫുമായിട്ട് വളരെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വിഷയമായിരുന്നു. മാം പറഞ്ഞതുപോലെ എൻ്റെ മോർണിംഗ് വളരെ മീനിങ് ആക്കിയത് മാമാണ്. ഇതിനു മുന്നേ മാമിൻ്റെ ഒരു സെഷൻ വിംബിൾ അക്കാഡമിയിലൂടെ കേട്ടുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഈ വിംബിൾ അക്കാഡമി മോർണിംഗ് സർക്കിൾ ആയാലും എല്ലാം ഓ, ആണോ? മാമിൻ്റെ. അതെ. അപ്പം എൻ്റെ ലൈഫിൽ വളരെ ബാഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നുപോയി. ഹെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും കുറച്ച് ഞാൻ സ്റ്റക്കായി. പക്ഷെ അതിനെ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. മാം പറയുന്ന പോലെ അപ്ഡേറ്റ് ചെയ്ത് നറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് വളരെ നല്ല റിലേഷൻഷിപ്സ് കിട്ടി. മാമിനെയും റീന മാമിനെയൊക്കെ പോലെയുള്ളവരുടെ റിലേഷൻഷിപ്പിലൂടെയും പിന്നെ ഈ മോർണിംഗ് സർക്കിളിലൂടെയുള്ള നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല പ്രസന്റേഷനുകൾ, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അതെല്ലാം എൻ്റെ മൈൻഡിനെയും ബോഡിയിലേക്കും ഞാൻ നറിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ചെയ്ത് ഞാൻ ഇപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാം പറഞ്ഞ പോലെ എൻ്റെ ഗാർഡൻ വളരെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം നറിഷ് ചെയ്ത് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. മാം പറഞ്ഞത് മൊത്തം എൻ്റെ ലൈഫിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കും മാം. ചിന്തകൾ മാത്രമല്ല, വർക്കും അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. വളരെ വളരെ നന്ദി മാം. Thank you so much, Jisha. I'm really happy that it resonated with your life. So thank you so much. And കൂടുതൽ ദിവസവും റിന്യൂ ചെയ്ത് കൂടുതൽ സന്തോഷത്തിലേക്കും സക്സസിലേക്കും ഒക്കെ തീർച്ചയായിട്ടും എത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് റീന. ഗുഡ് മോർണിംഗ് മാം. യെസ് ഗുഡ് മോർണിംഗ്. ഈ വിംബിൾ അക്കാഡമിയുടെ 457ാമത്തെ ഡേ ആയ ഇന്ന് മാം ദ പവർ ഓഫ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്ന അടിപൊളി ടോപ്പിക്കുമായിട്ടാണ് മാം വന്നത്.
ഒരു രക്ഷയില്ല മാം. കാരണം എന്ന് വെച്ചാൽ പുതിയ ഒരു വർഷം, ഓണമാസം, ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി നല്ല പോസിറ്റീവായിട്ട് മനസ്സിൽ തിങ്ക് ചെയ്ത് പുതിയൊരു ചുവടുവയ്പ് നടത്താൻ പറ്റിയ ഒരു ടോപ്പിക്കുമായിട്ടാണ് മാം വന്നത്. അങ്ങനെ വന്നേ പറ്റുള്ളൂ സൂസൻ മാം പ്രത്യേകിച്ച്. കാരണം ആ ടീച്ചറിൻ്റെതായിട്ടുള്ള എല്ലാ ആ കഴിവുകളും തിളങ്ങത്തക്ക രീതിയിലാണ് മാം ഇന്ന് സ്റ്റുഡൻസിന് വേണ്ടി അല്ല പേരൻസിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടി മാം തന്നിരിക്കുന്നത്. ആ 9 പോയിന്റ്സ്, അത് ഒരു രക്ഷയില്ലാത്ത പോയിന്റ്സ് ആണ് മാം. അപ്ഡേറ്റും ഓൺലൈനും എല്ലാം എന്നെ കൂടി അങ്ങ് ബാധിച്ചു കഴിഞ്ഞതാണ്. പക്ഷെ ഞാനും ഇതേപോലെ ജിഷ മാം പറഞ്ഞതുപോലെ കുറെ വർഷം ബ്രേക്ക് നിന്നു. പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടി നിന്നതാണ്. അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എവിടെയൊക്കെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോഴും ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഈ പറഞ്ഞ എല്ലാം എന്റെ ലൈഫിൽ ഞാൻ എടുത്ത് കഴിഞ്ഞതാണ്. ഒന്നും വീണ്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ഒരു പോയിന്റ് ഇതിനകത്തില്ല. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ് മാം ചെയ്തത്. ഇപ്പം മാമിന്റെ സപ്പോർട്ടോട് കൂടി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. വളരെ നല്ല പോയിന്റ്സ് ആയിരുന്നു മാം തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു യു ടു ബിക്കം എ ബെറ്റർ വെർഷൻ ഓഫ് യുവേഴ്സ്. അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു മാം ഈ ഒരു ടോപ്പിക്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും തന്നത്. താങ്ക് യു മാം. അതുപോലെ തന്നെ മാം വീട്ടില് ഗാർഡൻ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, എല്ലാത്തിലും നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി ആ ഒരു ഓൾഡും ന്യൂവുമായിട്ടുള്ള ആ ഗാർഡനെ മാം ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വന്നു നമ്മളെ കൂടെ കൊണ്ടുപോകാൻ. വളരെ ഇഷ്ടപ്പെട്ടു മാം. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. ഇതേപോലെ നമ്മളെ ഉണർത്തി കൊണ്ടുവരാനുള്ള നല്ല നല്ല ടിപ്പുമായിട്ട് വീണ്ടും വരണേ മാം. റിക്വസ്റ്റ്. Thank you very much, Thank you Reem. very I'm really happy. Really happy that you shared your own life experience as well. ലൈഫിൽ അത് റെസണേറ്റ് ചെയ്തു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പറഞ്ഞത് കേട്ടത് എനിക്കും സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് ടു യു ടു ദാറ്റ് യു ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് നന്നായിട്ട് റിന്യൂ ചെയ്ത് മുന്നോട്ട് വന്ന ആ ഒരു എഫേർട്ടിനെ നമിക്കുന്നു. വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് ഗോയിങ്. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് സൂസൻ മാം. ഗുഡ് മോർണിംഗ് ബിന്ദു. ഞാൻ കുറച്ചൊരു ലേറ്റ് ആയി പോയിട്ടാണ് കയറിയത്. 10 മിനിറ്റ് ലേറ്റ് ആയി. കുഴപ്പമില്ല, റെക്കോർഡിംഗ് പക്ഷെ ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മാം വന്നിട്ടുള്ളത്. ഇത് മാമിന്റെ പ്രസന്റേഷനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ലല്ലോ. എല്ലാ പോയിന്റ്സും വളരെ അർത്ഥവത്തായ പോയിന്റ്സ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പലരും, നമുക്കറിയാം നമ്മളെ ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പലരും ഡൗൺ ആയി പോകുന്നത് മാം പറഞ്ഞ പോലുള്ള ഏത് റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം, ഏത് കീപ്പ് ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ഒരു ലെവലിലാണ്. നമുക്ക് ചുറ്റുമുള്ള പലരെയും നമ്മൾ കാണാറുണ്ട്. എന്റെ കൂടെ മാം കുറെ മുന്നൊക്കെ അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു എന്താ പറയുക, നമ്മൾ അവരെ കേൾക്കും, പക്ഷെ അത് എടുത്ത ചെവിയിലൂടെ അങ്ങോട്ട് പോകും. നമ്മൾ അതെ ഹാർട്ട് എടുക്കൂല. പക്ഷെ നമ്മൾ അവരെ കേൾക്കാതിരിക്കുമ്പോ എന്താന്ന് പറഞ്ഞാല് അവർക്കും വേണ്ട ഒരു വിഷമം എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. ഇന്നത്തെ ഈ ടോപ്പിക് അതിമനോഹരം. Thank you so much. Thank you, ma'am. Thank you. I'm really glad that you also had life experiences that you could connect to. Thank you so much and all the best to you. Okay? Thank you, ma'am. അതിമനോഹരം മാഡം. Amazing. പ്രദീപൻ അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയണ്ട, ആ ഒരു മൂഡ് ഓൺ ആയി രാവിലെ. അത് ഒരു ക്ലിക്കായി എന്താ പറയണ്ട, നല്ലൊരു സംഭവം. ലൈഫ് എക്സ്പീരിയൻസ്, ലൈഫ് നോളജ്, ആ ഒരു സെക്ഷനിൽ നമ്മൾ കുറച്ച് എന്താ പറയണ്ട സ്റ്റഡി ചെയ്യുന്നും കൂടിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി. ഇത് എന്തായാലും ഒരു വൈറൽ പോലെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയണ്ട, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് എന്തായാലും വിംബിൾ ടീമിന് വല്ല പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ടോപ്പിക്കാണ് ഓൾറെഡി. അപ്പം ഇതെന്തായാലും സജ്ന മേഡം അവരുടെ ടീമിനോട് പറഞ്ഞിട്ട് എന്തായാലും ഇതൊരു ഓണം സ്പെഷ്യലായിട്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന, എല്ലാവർക്കും നല്ല ജീവിതം നല്ല കളർഫുൾ ആക്കുന്ന രീതിയിലുള്ള, എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുമ്പോഴാണ് നമുക്കും ആ സമൂഹത്തിനും നല്ല സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു വളരെ സന്തോഷമായി രാവിലെ. ഇന്നലെ സൺഡേ ഒരുപാട്
ഉറങ്ങിയത്. പക്ഷെ മേഡത്തിന്റെ മുന്നേ ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, അതും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഫാമിലി ലൈഫ്, റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്താവ് ബന്ധങ്ങള്, അപ്പൊ അതും എനിക്ക് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ മെനക്കെട്ടിട്ട് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് റെഡിയായി, അതിന് വലിയൊരു വാല്യൂ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഒരുപാട് Thank you ആൾക്കാർ so much. സമയം ഒരുപാട് Right. Thank you so much. മേഡം ഇനി Thank you so much. Yes, തീർച്ചയായിട്ടും. ക്ലാസ്സായിട്ട് നമ്മളെ ഞെട്ടിക്കാൻ തെ- മോട്ടിവേഷൻസ് എല്ലാവർക്കും. മേഡത്തിന് നല്ല ശൈലിയാണ് എന്ന് പറയേണ്ട, ആ ഒരു പറയുന്ന സാധനം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ടോണ്, പിന്നെ എഴുതി വെച്ച ആ വേർഡിന്റെ മെഷർമെന്റ് പോലും വളരെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മേഡം. താങ്ക് യു വെരി മച്ച്. ഇത്രയും എഫേർട്ട് എടുത്ത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഉറക്കം ശരിയായില്ലെങ്കിൽ പോലും എഴുന്നേറ്റ് ക്ലാസ് കേൾക്കാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജീവിതം മനോഹരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ഓഫ് അപ്രീഷിയേഷൻ. ഓക്കെ മേഡം, ഓക്കെ, വളരെ വളരെ നന്ദി, സ്നേഹം, സന്തോഷം. യെസ്, തീർച്ചയായിട്ടും തിരിച്ചു. താങ്ക് യു സൂസൻ മാം. യെസ്, പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടോപ്പിക്കുമായിട്ട് സൂസൻ മാം വന്നു. എന്തായാലും എപ്പോഴും എല്ലാവർക്കും ആയാലും എല്ലാവരുടെ ജീവിതത്തിലും ചില സമയത്ത് ഒരു സ്റ്റക്ക് ഉണ്ടാവും അല്ലെ. എത്ര ഇതിൽ പോണവരായാലും ചില സിറ്റുവേഷനിൽ ഒരു സ്റ്റക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഇന്നത്തെ ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത് കാണട്ടെ. കാരണം എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ സ്റ്റക്ക് വരാം. അങ്ങനെ ഇരിക്കുന്നവരും പിന്നെ എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഇതിലിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്ന്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ലാസ്റ്റ് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ പോലെ ഓരോന്ന്, അത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു. നമ്മൾ ഓരോന്നിങ്ങനെ ചിന്തിച്ചു ഇനി എന്താണ് മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ഉള്ളതൊരു ഭയങ്കര രാവിലെ തന്നെ നല്ലൊരു തോട്ട് വന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സജ്മ. താങ്ക് യു. ഒന്ന് രണ്ട് പേര് ഇവിടെ കമന്റ് ഇട്ടിട്ടുണ്ട്. നിഷ മോഹൻ, താങ്ക് യു വെരി മച്ച് നിഷ, വെരി വാല്യുബിൾ സെഷൻ. താങ്ക് യു മാം. Then Chandragala, thank you ma'am, good and informative. We have to learn new things and update. Thank you. Then Deepthi, good morning ma'am, good session, informative knowledge, love you ma'am. Thank you Deepthi. Taslina, thank you ma'am, valuable session. So thank you Taslina. അതുപോലെ എല്ലാവർക്കും ഇന്ന് എന്നെ കേട്ട എല്ലാവർക്കും, കേൾക്കാനായിട്ട് എഫേർട്ട് എടുത്ത് വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരു മനോഹരമായ ദിവസവും നേരുന്നു. മനോഹരമായ പ്രത്യേകിച്ച് നമ്മുടെ ഓണം അടുത്ത് വരുവാണല്ലോ. ഇനിയിപ്പോ നാളെയല്ലേ ഉത്രാടം അല്ലേ? യെസ്, എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഓണം ഉണ്ടാവട്ടെ. ആ സെലിബ്രേഷന്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മള് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും റിന്യൂ ചെയ്യാനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നല്ല റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷമായിട്ടിരിക്കണമെന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നല്ലേ? കറക്റ്റ് ടൈം മാനേജ്മെന്റ്, അതിനും കൂടെ ഒരു മാം, കറക്റ്റ് ടൈം മാനേജ്മെന്റ്, അതിനും കൂടെ ഒരു കൺഗ്രാജുലേഷൻ ഇരിക്കട്ടെ. ഓ താങ്ക് യു. ഓക്കെ ശരി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരെയും സുനിത ഉണ്ടെന്ന് തോന്നുന്നു. സുനിത അവിടെ ഉണ്ടല്ലേ? തലയുടെ ഒരു ഇത്രയും ഭാഗം മാത്രം കാണത്തുള്ളൂ, ശരിക്കും കാണത്തില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് സുനിത ഓൾസോ അറ്റൻഡഡ്. വെരി ഗുഡ്. ഓക്കെ ദെൻ, താങ്ക് യു എവരി വൺ. സി യു. ഇനി അടുത്ത ഒരു സെഷനുമായിട്ട് പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടുതൽ ഉണ്ടാവട്ടെ. താങ്ക് യു. എല്ലാവർക്കും ആയുസ് കൂടുതൽ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ആ ആയുസ് കൂടുതൽ ഉണ്ടായാൽ മാത്രം പോരാ, നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങള് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ, ബൈ ഓൾ. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. യു ടു. ബൈ ബൈ. ബൈ മാം.